നമസ്കാരം. ഡിസംബർ മാസം എത്തിയതോടെ പുതിയ സ്മാർട്ട് ഫോണുകൾ വിപണിയിൽ എത്താനിരിക്കുകയാണ്. ലേറ്റസ്റ്റ് അപ്ഡേഷനോടെ നിരവധി മോഡലുകളാണ് ദൈനംദിന ഉപയോഗത്തിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. വിവോ, ഷവോമി, വൺപ്ലസ്, റിയൽമി തുടങ്ങി എല്ലാവരും കാത്തിരിക്കുന്ന സ്മാർട്ട് ഫോണുകളുടെ പുത്തൻ മോഡലുകൾ ഈ വർഷാവസാനം വിപണി കീഴടക്കുമെന്നാണ് സൂചന. ഈ വർഷം അവസാനം എത്തുന്ന ഫോണുകളിൽ ആദ്യത്തേത് വിവോ X200 സീരീസ് ആണ്. വിവോ X200 സീരീസ് ഡിസംബർ 12 കൂടി വിപണിയിൽ എത്തുമെന്നാണ് സൂചന. മീഡിയടെക് ഡൈമെൻസിറ്റി 9400 ചിപ്സെറ്റ് ആണ് മികച്ച പ്രകടനത്തിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. വിവോ X200, X200 Pro എന്നിവ പ്രീമിയം ഫോട്ടോഗ്രാഫി, ഡിസ്പ്ലേ സാങ്കേതിക വിദ്യകളും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. വിവോ X200 സീരീസിൽ 3 സ്മാർട്ട് ഫോൺ മോഡലുകളാണ് ഉൾപ്പെടുന്നത്. വിവോ X200, വിവോ X200 Pro, വിവോ X200 Pro Mini എന്നിവയാണ് ഈ മോഡലുകൾ. പ്രോ മിനി വിവോയുടെ പുതിയ അവതരണമാണ്. വിവോ X100 സീരീസിന്റെ പിൻഗാമി എന്ന നിലയിൽ അവതരിപ്പിക്കുന്ന വിവോ X200 സീരീസിൽ ബാറ്ററിയും ക്യാമറയും അടക്കം അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. iQ13 ആണ് അടുത്തത്. നാളെയാണ് iQ13ന്റെ ലോഞ്ച് തീയതി, അതായത് ഡിസംബർ 3. ക്വാൽകോം സ്നാപ്ഡ്രാഗൺ 8 Elite ചിപ്സെറ്റിലാണ് ഇതെത്തുന്നത്. തടസ്സമില്ലാതെ എല്ലാ പ്രവർത്തനങ്ങൾ ചെയ്യാനും ഗെയിമിങ്ങിനും വേണ്ടിയുമാണ് ഇത് ഒരുക്കിയിരിക്കുന്നത്. 6000 mAh ബാറ്ററിയും ഫാസ്റ്റ് ചാർജിംഗ് സൗകര്യവും ഫോണിൽ ഉണ്ടാകുമെന്നാണ് സൂചന. iQ13 6.7 ഇഞ്ച് AMOLED ഡിസ്പ്ലേ ഉണ്ടായിരിക്കുമെന്ന് അഭ്യൂഹങ്ങളുണ്ട്. 2K റെസൊല്യൂഷനും 144 Hz റിഫ്രഷ് റേറ്റുമായി ഫോൺ വരുമെന്നും കമ്പനി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഹുഡിന് കീഴിൽ ഇതൊരു സ്നാപ്ഡ്രാഗൺ 8 Gen 4 SoC ആണ് നൽകുന്നത്. 16GB റാമും 512GB സ്റ്റോറേജുമായാണ് ഈ ഫോൺ എത്തുന്നത്. ഒപ്റ്റിക്സിനായി സ്മാർട്ട് ഫോണിൽ 50 മെഗാപിക്സൽ പ്രൈമറി, 50 മെഗാപിക്സൽ അൾട്രാ വൈഡ്, 50 മെഗാപിക്സൽ 2x ടെലിഫോട്ടോ ക്യാമറ ഉൾപ്പെടെ ട്രിപ്പിൾ റിയൽ ക്യാമറ സജ്ജീകരണത്തിന് സാധ്യതയുണ്ട്. സെൽഫികൾക്കും വീഡിയോ കോളിംഗിനുമായി iQ13 32 മെഗാപിക്സൽ മുൻ ക്യാമറയും ഉണ്ടായിരിക്കും. Asus ROG Phone 9 ആണ് അടുത്തത്. ഡിസംബർ പകുതിയോടെയാണ് അസ്യൂസിന്റെ പുത്തൻ സ്മാർട്ട് ഫോൺ എത്തിച്ചേരുന്നത്. ഗെയിമർമാരെ ലക്ഷ്യം വെച്ചുള്ള ഫോണിൽ സ്നാപ്ഡ്രാഗൺ 8 Elite ചിപ്സെറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഗെയിമിംഗ് ലക്ഷ്യമിട്ട് വിപുലമായ കൂളിംഗ് സിസ്റ്റമാണ് ഇതിന്റെ പ്രത്യേകത. OnePlus 13 ആണ് അടുത്തത്. ഈ മാസം അവസാനത്തോടെ ക്രിസ്മസ്, ന്യൂ ഇയർ സമ്മാനമായാണ് OnePlus 13 ഇന്ത്യയിൽ എത്തുന്നത്. സ്നാപ്ഡ്രാഗൺ 8 Elite ചിപ്സെറ്റിലാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. OnePlus 12നേക്കാൾ കൂടുതൽ ഫീച്ചറുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് 13ഉം എത്തിയിരിക്കുന്നത്. മൈക്രോ ക്വാഡ് കർവ്ഡ് ഡിസ്പ്ലേ ആണ് ഇതിനുള്ളത്. പ്രധാനപ്പെട്ട മുൻ മോഡലുകൾക്ക് സമാനമായി 2K റെസൊല്യൂഷൻ ഡിസ്പ്ലേയിൽ നിലനിർത്താനാണ് സാധ്യത. അൾട്രാസോണിക് ഫിംഗർ പ്രിന്റ് സെൻസറും ഉൾപ്പെടുത്തിയേക്കും. ഇത് സ്മാർട്ട് ഫോണുകളിൽ സാധാരണയായി കാണുന്ന ഒപ്റ്റിക്കൽ സെൻസറുകളെ അപേക്ഷിച്ച് കൂടുതൽ വേഗതയും സുരക്ഷയും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഷവോമി 15 ആണ് അടുത്തത്. സ്നാപ്ഡ്രാഗൺ 8 Elite ചിപ്സെറ്റ് ഉപയോഗിച്ചാണ് ഷവോമി 15 ഒരുക്കിയിരിക്കുന്നത്. ഡിസംബർ പകുതിയോടെയാണ് ഫോൺ വിപണിയിലെത്തുന്നത്. ഷവോമി 15 6.36 ഇഞ്ച് 1.5K OLED ഡിസ്പ്ലേയും ലേക്ക ട്യൂൺ ചെയ്ത ട്രിപ്പിൾ റിയർ ക്യാമറ യൂണിറ്റും ഉണ്ടായിരിക്കും. ഇത് സ്നാപ്ഡ്രാഗൺ 8 Elite SoCയിലാണ് പ്രവർത്തിക്കുന്നത്. കൂടാതെ IP68 റേറ്റഡ് ബിൽഡുമുണ്ട്. ചൈനയിൽ ഷവോമി 15 16GB വരെ LPDDR5X റാമും 1TB വരെ UFS 4.0 ഓൺബോർഡ് സ്റ്റോറേജുമുള്ള 4 ട്രിമ്മുകളിൽ ലഭ്യമാണ്. FCC ലിസ്റ്റിംഗ് പരിഗണിക്കുകയാണെങ്കിൽ ആഗോള പതിപ്പിന് 12GB റാമും 512GB സ്റ്റോറേജും നൽകാം. റെഡ്മി Note 14 സീരീസ് ആണ് അടുത്തത്. 6200 mAh ബാറ്ററിയാണ് റെഡ്മി Note 14 സീരീസിൽ ഉപയോഗിക്കുന്നത്. ബജറ്റ് ഫ്രണ്ട്ലി ആയ റെഡ്മി Note 14 ഡിസംബർ പകുതിയോടെ വിപണിയിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.